أعوذ بالله من الشيطان الرجيم وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗങ്ങളിലൂടെയുള്ള ആയത്തുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരമകാരുണികനായ റഹ്മാനായ അള്ളാഹുവിൻ്റെ ദാസന്മാർ അവരുടെ പ്രത്യേകമായ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ധാരാളം കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു വിശദീകരിക്കുകയാണ്. അതിൽ അവരുടെ ആദ്യ 2 ഗുണങ്ങളാണ് കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അവർ ഭൂമിയിലൂടെ വളരെ വിനീതരായി നടക്കുന്നവരാണെന്നും അഹങ്കാരം തൊട്ടുതീണ്ടാത്തവരാണെന്നും അതുപോലെ തന്നെ വിവേകമില്ലാതെ അറിവില്ലാതെ വിഡ്ഢികൾ അവരോട് മര്യാദകേട് സംസാരിക്കുമ്പോൾ ആ സംസാരങ്ങൾക്ക് വളരെ മാന്യമായ നിലക്ക് മറുപടി നൽകിക്കൊണ്ട് അവരെ വിട്ടുപോകുന്നവരാണ് എന്നീ 2 കാര്യങ്ങളാണ് കഴിഞ്ഞ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. മൂന്നാമത്തെ സവിശേഷതയാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അള്ളാഹു പറയുന്നു, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. ഇതാണ് മറ്റൊരു ഗുണമായി എടുത്തു പറഞ്ഞിട്ടുള്ളത്. വല്ലദീന, അവർ എങ്ങനെയുള്ളവരുമാണ്? ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇബാദുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിൻ്റെ ദാസന്മാർ. അവർ വല്ലദീന യബീതൂന, അവർ രാത്രിയിൽ കഴിച്ചുകൂട്ടുന്നവരാണ്. ബാത്ത എന്ന് പറഞ്ഞാൽ രാത്രി താമസിച്ചു, രാത്രി കഴിച്ചുകൂട്ടി എന്നൊക്കെയാണ് അർത്ഥം. ബാത്ത യബീതു, യബീതൂന, അവർ രാത്രി കഴിച്ചുകൂട്ടുന്നവരാണ്. ലി റബ്ബിഹിം, ഏത് നിലക്ക്? ലി റബ്ബിഹിം, അവരുടെ റബ്ബിന് വേണ്ടി. സുജ്ജദൻ വഖിയാമ, സുജൂദ് ചെയ്യുന്നവരായിക്കൊണ്ടും, വഖിയാമൻ, നിന്ന് നമസ്കരിക്കുന്നവരായിക്കൊണ്ടും. അപ്പൊ അവരുടെ രാത്രികൾ അവർ അവരുടെ രക്ഷിതാവിൻ്റെ മുമ്പിൽ രക്ഷിതാവിന് വേണ്ടി മാത്രം സുജൂദിലും നൃത്തത്തിലും അഥവാ നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. രാത്രികളിൽ അള്ളാഹുവിന് ആരാധന ചെയ്യുന്നതിൽ ഏറെ ശ്രദ്ധ കാണിക്കുന്നവരാണ്. ഇതാണ് മൂന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വലിയ ഗുണം. സഹോദരങ്ങളെ, നമ്മുടെയും ജീവിതത്തിൽ പരിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞ ഇബാദുർ റഹ്മാനിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിത്തീരുവാൻ നാം ഏവരും നന്നായി പരിശ്രമിക്കേണ്ടതുണ്ട്. ആദ്യമായി പറഞ്ഞ സ്വഭാവ രംഗത്തുള്ള കാര്യങ്ങൾക്ക് പുറമെ കർമ്മരംഗത്ത് 5 നേര നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് നമ്മുടെ രാത്രിയിലെ നമസ്കാരം. സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് മുത്തഖീങ്ങളെ അള്ളാഹു പരിചയപ്പെടുത്തുമ്പോൾ സൂറത്തു ദാരിയാത്തിലെ 17-18 സൂക്തങ്ങളിൽ ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഉയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും
ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽഅസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹു അവരെ വിശദീകരിക്കുന്നത് എന്താണ്? അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഭക്തന്മാർ, അവർക്ക് നാളെ പരലോകത്ത് അള്ളാഹു ഉന്നതമായ ഉദ്യാനങ്ങളും സ്വർഗങ്ങളുമൊക്കെ അവർക്ക് നൽകും എന്ന് പറഞ്ഞിട്ട് അവരുടെ ഗുണം പറയാണ്. അവർ രാത്രികളിൽ വളരെ കുറഞ്ഞേ ഉറങ്ങാറുള്ളൂ. മാത്രമല്ല, രാവേറെ ചെന്ന് രാവിൻ്റെ അവസാന സമയങ്ങളിൽ അവർ പാപമോചന തേട്ടം നടത്തുന്നവരുമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. സൂറത്തു സജദയിലെ 16-ാമത്തെ ആയത്തിൽ തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. മറ്റൊരു ഗുണമായി എടുത്തു പറഞ്ഞതെന്താണ്? അവിടെ വളരെ വിശദമായി പറയാണ്, അവർ കിടപ്പു സ്ഥാനങ്ങളിൽ നിന്ന് അവരുടെ ശരീരങ്ങളെ, പാർശ്വഭാഗങ്ങളെ അകറ്റുന്നവരാണ് എന്ന് പറഞ്ഞാൽ അധികം അവരങ്ങനെ കടന്നുറങ്ങൂല. പിന്നെന്താ അവർക്ക് രാത്രി പണി? അവർ മറ്റേതെങ്കിലും തിന്മകളിൽ മുഴുകിയിട്ടാണോ ബെഡിലേക്ക് പോകാത്തത്, അല്ലെങ്കിൽ ഉറക്കം കുറയുന്നത്? അവർ ഉറക്കമിളച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി യദ്ഊന റബ്ബഹും, അവരുടെ റബ്ബിനോട് അവർ ദുആ ചെയ്യുകയാണ്. ഖൗഫൻ വതമആ, വളരെ പേടിച്ചുകൊണ്ടും അതുപോലെ തന്നെ സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ടും നരകത്തെ ഭയപ്പെട്ടുകൊണ്ടും. അത്തരത്തിലുള്ള ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള പുണ്യത്തിന്, പരലോകത്തവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗീയമായ സൗഭാഗ്യങ്ങൾക്ക് കണക്കുകളില്ല, അതിരുകളില്ല എന്നാണ് അള്ളാഹു തുടർന്നു കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബിന് വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മൾ നന്നായി ഒരുങ്ങേണ്ടത് രാത്രികളിലാണ്. ലി റബ്ബിഹിം എന്നാണ് ഇവിടെ അള്ളാഹു അവരെ കുറിച്ച് പറയുന്നത്. അവരുടെ രക്ഷിതാവിന് വേണ്ടി മാത്രമാണ് അവരത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, അവരാ രാത്രി നമസ്കരിക്കുന്നത് ആരെയെങ്കിലും കാണിക്കാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും ഒരു നല്ല വാക്ക് കേൾക്കാനോ മറ്റേതെങ്കിലും ഭൗതിക നേട്ടം ലക്ഷ്യം വെച്ചുകൊണ്ടോ അല്ല. അല്ലെങ്കിലും അവരവരുടെ വീടുകളിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കവേ ഒരാൾ എഴുന്നേറ്റ് വുളൂ ചെയ്ത് നമസ്കരിക്കുന്നത് ആര് കാണാനാണ്? ആരെ കാണിക്കാനാണ്? ആരിൽ നിന്ന് പ്രശംസ നേടാനാണ്? അല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് 5 നേര നമസ്കാരങ്ങളെ കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള നമസ്കാരമായി രാവേറെ ചെന്നുള്ള അല്ലെങ്കിൽ രാത്രികളിലെ നമസ്കാരത്തെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ രാത്രി മുഴുവൻ ഉറങ്ങാതെ നിസ്കരിച്ച് കഴിയും എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. കാരണം തീരെ ഉറങ്ങാതെ രാത്രി മുഴുവൻ നമസ്കരിക്കുക എന്നുള്ള ചര്യ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരു സഹാബി, ഞാനിനി രാത്രി തീരെ ഉറങ്ങുകയില്ല, ധാരാളമായി നിസ്കരിക്കും, ഉറങ്ങാതെ നിസ്കരിക്കുമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർക്കുകയാണ് ചെയ്തത്. അവിടുന്ന് പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ള ഞാൻ രാത്രി ഉറങ്ങാറുമുണ്ട്, നിസ്കരിക്കാറുമുണ്ട്. അപ്പൊ ശരീരത്തോട് കടമയുണ്ട്, കണ്ണിനോട് കടമയുണ്ട്, തൻ്റെ ഇണയോട് കടമയുണ്ട്. അതൊക്കെ പാലിക്കണം. അതൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ സമയം നമസ്കരിച്ചിരുന്നു, നബിയും സഹാബിമാരുമൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തേക്ക് ദീർഘമായ രാത്രി നമസ്കാരം നിർബന്ധമായിരുന്നു. നമുക്കത് നിർബന്ധമാക്കിയിട്ടില്ല. എന്നാലും സഹോദരങ്ങളെ, നമുക്ക് എത്രയാണോ കഴിയുക എങ്കിൽ ഓരോ ദിവസവും അത് കൂട്ടിക്കൊണ്ടുവരികയാണ് വേണ്ടത്. നമ്മുടെ നിസ്കാരം, രാത്രി നമസ്കാരം അഥവാ ഇശാ നമസ്കാരം കഴിഞ്ഞ് ഫജ്ർ ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഇടക്കുള്ള ഏത് സമയത്തും നിർവഹിക്കാവുന്ന നിസ്കാരമാണ് ഖിയാമുൽ ലൈല് അല്ലെങ്കിൽ രാത്രി നമസ്കാരം എന്നൊക്കെ അറിയപ്പെടുന്നത്. അത് അള്ളാഹുവിനോട് കൂടുതൽ നമുക്ക് അടുക്കാൻ പറ്റുന്ന ഒരു നമസ്കാരമാണ്. അത് എല്ലാവർക്കും അങ്ങനെ കഴിയില്ല. നല്ല ഈമാനും തഖ്വയും റബ്ബിലേക്ക് അടുപ്പം മോഹിക്കുന്ന ആളുകൾക്കൊക്കെയാണ് അത് സാധിക്കുക. അതുകൊണ്ട് തന്നെ നാം ഏവരും ആ കാര്യത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രം നമുക്കറിയാം. അവിടെ കാലിൽ നീര് വരുവോരമൊക്കെ നമസ്കരിച്ചു എന്നാണ്. സുഹൃത്തുക്കളെ, കാലിൽ നീര് വരണമെന്നുണ്ടെങ്കിൽ നിന്ന് സുദീർഘമായ നൃത്തം കാരണത്താലാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനോട് ചോദിക്കുക പോലും ചെയ്തു, പ്രവാചകരെ, എന്തിനാണ് അങ്ങൊന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അങ്ങ് പരിശുദ്ധ വ്യക്തിത്വമല്ലേ,
പാപക്കറ പുരളാത്ത ഹൃദയ ഉടമയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള, അങ്ങേയറ്റം നന്ദി ചെയ്യുന്ന അടിമയായി മാറേണ്ടതില്ലേ? ഞാൻ അങ്ങനെയല്ലേ ഇഷ്ടപ്പെടേണ്ടത് എന്നാണ് അവിടുന്ന് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുദീർഘമായി പാരായണം ചെയ്തു. സഹാബിമാർക്ക് പോലും പലപ്പോഴും ചില സഹാബിമാരൊക്കെ പ്രവാചകനെ രാത്രി നമസ്കാരത്തിൽ തുടർന്ന ചില സഹാബിമാർക്ക് നിസ്കാരം മുഴുമിപ്പിക്കാൻ കഴിയാതെ പോയ അവസരങ്ങൾ വരെയുണ്ട് എന്നാണ് ചരിത്രം നമുക്ക് അറിയിച്ചു തരുന്നത്. അത്ര ദീർഘമായിട്ടാണ് നമസ്കരിച്ചത്. മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ രാത്രി നമസ്കരിച്ചു. അങ്ങനെ ഹത്താ ഹമംതു ബി അംരിൻ സൂഇൻ, ഞാനൊരല്പം വിഷമകരമായ കാര്യം ചെയ്താലോ എന്ന് ചിന്തിച്ചു. അപ്പൊ മറ്റുള്ളവരൊക്കെ ചോദിച്ചു, എന്താ നിങ്ങൾ ഇത്ര വിഷമകരമായ കാര്യത്തിന് ആലോചിച്ചത്? അദ്ദേഹം പറഞ്ഞത്, ഹമംതു അൻ അഖ്ഉദ വ അദഅഹു, ഞാൻ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിന്നെ വിട്ടിട്ട് ഞാനിനി ഒറ്റക്ക് പൂർത്തിയാക്കിയാലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു പോയി. കാരണം അത്ര സുദീർഘമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത്. ഒരു രാത്രിയിൽ അതാ സഹാബത്ത് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ബഖറ പാരായണം ചെയ്തു, സൂറത്തുൻ നിസാ പാരായണം ചെയ്തു, ആലി ഇമ്രാൻ പാരായണം ചെയ്തു. ഏകദേശം മുസ്ഹഫിൽ നമ്മൾ നോക്കിയാൽ ഈ 3 അധ്യായങ്ങൾ ഏകദേശം 5.25 ജുസുഓളമുണ്ട്. 5.25 ജുസുഓളമൊക്കെ ഒരു റക്അത്തിൽ പാരായണം ചെയ്യുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്രയാണ് അതിൻ്റെ ദൈർഘ്യം. അങ്ങനെ പാരായണം ചെയ്യാന്ന് മാത്രമല്ല, ഓരോ ആയത്തുകളോടും നീതി പുലർത്തിക്കൊണ്ടാണ് പാരായണം ചെയ്യുന്നത്. നമ്മൾ വായിക്കും പോലെ ചില ആളുകളൊക്കെ ഖുർആൻ ഓതും പോലെ സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞു പോവല്ല. ഓരോ ആയത്തുകളിലും അള്ളാഹുവിൻ്റെ കാരുണ്യം വരുന്ന ആയത്തുകൾ എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം നിർത്തിയിട്ട് അള്ളാഹിനോട് കാരുണ്യം ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഖുർആൻ ഓതുമ്പോഴുള്ള മര്യാദയാണ്. അതുപോലെ സ്വർഗ ആയത്തുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരുമ്പോൾ റബ്ബിനോടത് ചോദിക്കും. നരകീയമായ അതുപോലെ ഏതെങ്കിലും നാട്ടുകാരെയൊക്കെ ശിക്ഷിച്ചിട്ടുള്ള ശിക്ഷയുടെ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ പാരായണം നിർത്തിവെച്ച് ആ ശിക്ഷയില്ലെന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിനെ വാഴ്ത്തുവാനും പ്രകീർത്തിക്കുവാനും തസ്ബീഹ് ചെയ്യുവാനും ഒക്കെ കൽപ്പനയുള്ള ആയത്തുകൾ വരുമ്പോൾ അത് നിർത്തിവെച്ച് തസ്ബീഹ് ചൊല്ലിയിരുന്നു എന്നുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഈ നൃത്തത്തിന്റെ ദൈർഘ്യത്തിനനുസരിച്ചുള്ള ദൈർഘ്യം, അതിനോട് താരതമ്യപ്പെടുത്താവുന്ന നിലക്കുള്ള ഒരു ദൈർഘ്യം അവിടുത്തെ റുകൂഇലും ഉണ്ടായിരുന്നു. അതിനേക്കാൾ ദൈർഘ്യം സുജൂദിലും ഉണ്ടായിരുന്നു. ഈ നിലക്കൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചിരുന്നത്. അതല്ലേ സഹാബത്ത് നബിതങ്ങളെ പ്രശംസിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ശഖ മഅറൂഫും മിനൽ ഫജ്രി സാതിഉ യബീതു യുജാഫി ജംബഹു അൻ ഫിറാശിഹി إذا استثقلت بالكافرين المضاجع. റസൂലുള്ളാഹിനെ കുറിച്ച് സഹാബത്ത് പ്രശംസിച്ച് പാടിയതാണ്. എന്താ പറഞ്ഞത്? ഞങ്ങളിൽ ഒരു റസൂലുണ്ട്, അള്ളാഹിന്റെ റസൂല്. ആ റസൂല് റബ്ബിന്റെ കിതാബ് ഇങ്ങനെ പാരായണം ചെയ്യാണ്. നേരം പുലരുവോളം പ്രഭാതമാകുവോളം ആ നമസ്കാരത്തിൽ ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്. മാത്രമല്ല അവിടുത്തെ വിരിപ്പിൽ നിന്ന് അവിടുത്തെ ശരീരഭാഗം എപ്പോഴും അകന്നുകൊണ്ടാണ് അധിക സമയവും രാത്രികളിൽ. എപ്പോൾ? ഇദസ്തസ്ഖലത് ബിൽ കാഫിരീനൽ മളാജിഉ, അന്നികെട്ടവരായ സത്യനിഷേധികളൊക്കെ സുഖസുഷുപ്തിയിലാണ്ട് കിടന്നുറങ്ങി സുഖിച്ചു കിടക്കുമ്പോൾ അള്ളാഹിന്റെ റസൂൽ സുദീർഘമായി നിസ്കരിക്കുമായിരുന്നു എന്നിങ്ങനെ അവിടുത്തെ ഇബാദത്തിനെ പ്രശംസിച്ചുകൊണ്ട് സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, നാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളാണ്. അതിനൊക്കെ അള്ളാഹുവിനോട് കൂടുതൽ നന്ദി കാണിക്കാൻ പറ്റിയ അവസരമാണ് രാത്രി നമസ്കാരം എന്നതാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൈർഘ്യമേറിയ നിസ്കാരത്തെക്കുറിച്ച് ആയിഷമ്മ ബീവി ചോദിച്ചപ്പോൾ മറുപടി പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ശരീരം, ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, ഒഴിവ് സമയം, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായു, താമസിക്കുന്ന ഭൂമി, ഇവിടുത്തെ സ്വാതന്ത്ര്യം, നമ്മുടെ നിർഭയത്വം, അതുപോലെ തന്നെ വസ്ത്രം, പാർപ്പിടം,
നമ്മുടെ മക്കൾ, ഇണകൾ, എന്തെല്ലാം നിഅമത്തുകളാണ് സഹോദരങ്ങളെ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. അതൊക്കെ ഓർക്കാനും കഴിയുന്നത്ര രാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഫജ്റിന്റെ ഇടയ്ക്ക് നമുക്ക് 11 റക്അത്ത് ദീർഘമായിട്ട് നിസ്കരിക്കാൻ നമുക്ക് കഴിയുമോ? ഇല്ലെങ്കിൽ എത്രയാണോ കഴിയുക, 9ഓ 7ഓ ഒറ്റയായി നമസ്കരിക്കലാണല്ലോ വേണ്ടത്. 6ഓ അല്ല 5ഓ, ഇനി അതല്ലെങ്കിൽ 3എങ്കിലും പതിവാക്കുക, ചെയ്യുന്നത് പതിവാക്കുക. അതേ അവസരത്തിൽ രാത്രി നമസ്കാരങ്ങൾക്ക് തീരെ സമയം കാണാതെ രാത്രികളിൽ ഒരുപാട് സമയം ടെലിവിഷന്റെ മുമ്പിലും അതുപോലെ തന്നെ നെറ്റിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇരിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ വെറുതെ ഇരുന്ന് കാലകീലകൾ സൊറ പറഞ്ഞ് സമയം കളയുന്നവർ, മ്യൂസിക്കുകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്നവർ, കളികളിലും വിനോദങ്ങളിലും നൃത്യങ്ങളിലും അതുപോലെയുള്ള റമ്മി കളികളിലും അതുപോലെ ഗീബത്ത്, ഫസാദത്ത് പോലെയുള്ള മറ്റെല്ലാ കാര്യങ്ങളിലും. ഇന്നിപ്പോൾ റമ്മി കളിക്കാനും എന്ത് കളിക്കാനും ഇന്ന് മനുഷ്യന് ആരും കൂട്ടും കൂടിയും വേണ്ട. ഓരോരുത്തരുടെയും ഫോണിൽ റമ്മി കളിച്ച് 10,000-ങ്ങളും ലക്ഷങ്ങളും കടം വരുത്തിയ ആളുകളുണ്ട്. ഒക്കെ രാത്രികളിലായി കളിക്കുന്നത്. കാരണം സമയം ഒരുപാട് ലഭിക്കുകയാണ്. പകൽ എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടാവും. രാത്രികളിൽ കിട്ടുന്ന സമയം വാസ്തവത്തിൽ റഹ്മാനായ റബ്ബിന് നമ്മൾ കൂടുതൽ ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കേണ്ടതിന് പകരം ആളുകൾ പലവിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അതൊക്കെ ആവശ്യമാണ് എന്ന് ശൈത്താൻ നമ്മളങ്ങനെ തോന്നിപ്പിക്കുകയും ചെയ്യും. ഞാനൊരു വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മെ തോന്നിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഏറ്റവും നല്ല കാര്യത്തിലേക്ക്, പ്രത്യേകിച്ച് രാത്രിയിൽ നമസ്കാരത്തിന് എഴുന്നേൽക്കുക, അല്ലെങ്കിൽ രാത്രി കുറച്ച് നിസ്കരിക്കുക, അതിനോടൊക്കെ ഒരു വിമുഖതയുണ്ടാക്കി തീർക്കാനാണ് ശൈത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ കണ്ട് നാം ഓരോരുത്തരുമാണ് സഹോദരങ്ങളെ പരിഹാരം കാണേണ്ടത്. കാരണം നമ്മുടെ രാത്രികൾ നമ്മളുടെ സ്വകാര്യതകളുടെ സമയങ്ങളാണ്. അതിൽ ആരും നമ്മെ കാണുന്നില്ല, ആരും നമ്മെ നിരീക്ഷിക്കുന്നുമില്ല. റഹ്മാനായ റബ്ബ് കാണുന്നു, നിരീക്ഷിക്കുന്നു എന്ന ഈമാനികമായ ബോധം കൊണ്ട് മാത്രമല്ലേ നമ്മൾ രാത്രി എഴുന്നേൽക്കുക, രാത്രി നമസ്കരിക്കുക. അതുകൊണ്ട് അതിന് നമ്മൾ സമയം കണ്ടെത്തണം സഹോദരങ്ങളെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ രൂപത്തിലുള്ള വലിയ പ്രത്യേകത ഈ നമസ്കാരത്തിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കുവാനുള്ള പല കാരണങ്ങൾ എണ്ണിയപ്പോൾ അവിടുന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം എന്താണ്? വസല്ലൂ ബില്ലൈൽ, നിങ്ങൾ രാത്രിയിൽ നമസ്കരിക്കുവീൻ. എപ്പോൾ? വന്നാസു നിയാം, ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോ, എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്നുവെങ്കിൽ തദ്ഖുലുൽ ജന്നത ബിസലാം, സുരക്ഷിതമായി സമാധാനത്തോടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. ഇതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മാത്രമല്ല നമ്മുടെയൊക്കെ ജീവിതത്തിലെ സുഹൃത്തുക്കളെ എത്രയോ പാപങ്ങൾ വന്നു പോകുന്നുണ്ട്. ആ പാപങ്ങളൊക്കെ അള്ളാഹു പൊറത്തു തരാൻ ഈ നിസ്കാരം കാരണമാകുന്നതാണ്. ചെറുദോഷങ്ങൾ തന്നെ ധാരാളം വരുന്നുണ്ട്. വൻ പാപങ്ങളൊക്കെ അള്ളാഹുവിനോട് നമ്മൾ തൗബ ചെയ്ത് അത് ഏറ്റു പറഞ്ഞ് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക തന്നെ വേണം. എന്നാൽ നമ്മളുടെ കണക്കിൽ പാപമായിട്ട് അറിയാതെ ഒരുപാട് ദോഷങ്ങൾ, അറിഞ്ഞോ അറിയാതെയൊക്കെ ചെറുപാപങ്ങൾ വന്നിട്ടുണ്ടാകും. അത്തരത്തിലുള്ള ചെറിയ ചെറിയ ദോഷങ്ങൾക്കൊക്കെ പരിഹാരമാകുന്ന ഒരു പ്രവൃത്തിയാണ് രാത്രിയിൽ നമുക്ക് നിസ്കരിക്കാൻ സാധിച്ചാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു, അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾ രാത്രി നമസ്കരിക്കുവീൻ. നിങ്ങൾ രാത്രി നമസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണേ. അള്ളാഹുവിന്റെ റസൂൽ നമ്മോട് പറയാണ്, ഫൈന്നഹു, കാരണം അത് ദഅബു സ്വാലിഹീന ഖബലക്കും, നിങ്ങളുടെ മുൻഗാമികളുടെ നടപടിക്രമമാണത്. പൂർവീകരൊക്കെ രാത്രി നമസ്കരിച്ചിട്ടുണ്ട്. വഹുവ ഖുർബത്തുൻ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതാണ്. നമുക്ക് അള്ളാഹിനോടൊരു അടുപ്പം കിട്ടാൻ, നമ്മൾ ഏറ്റവും വലിയവരോടൊക്കെ ഒരടുപ്പം കിട്ടാനല്ലേ നമ്മൾ ആഗ്രഹിക്കുക. ഈ ലോകത്തുള്ള ഒരു നേതാവിനോട്, ഒരു മന്ത്രിയോട്, ഒരു മുഖ്യമന്ത്രിയോട്, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയോടൊക്കെ നമുക്കൊരു പേഴ്സണലായിട്ട് അടുപ്പമുണ്ട് എന്ന് പറയുന്നത് നമ്മൾ എത്ര ഗമയോടെയാണ് കാണാറുള്ളത്, അതിനെത്ര വിലയാണ് നമ്മൾ സമൂഹത്തിൻ്റെ മുമ്പിൽ കൽപ്പിക്കാറുള്ളത്. എന്നാൽ രാജാതിരാജനായ ഈ എല്ലാ സമൂഹത്തെയും, രാജ്യങ്ങളെയും, ലോകങ്ങളെയും, രാഷ്ട്രങ്ങളെയും എല്ലാവരെയും പടച്ചിട്ടുള്ളവനായ അള്ളാഹിനോട് നമുക്കൊരു പ്രത്യേക അടുപ്പം, ഒരു പ്രത്യേക അടുപ്പുണ്ടാവുക. പ്രത്യേക അടുപ്പുണ്ടാവുമ്പോൾ ആ ആളോട് ചോദിച്ചാലുള്ളതിന് കിട്ടുമല്ലോ. നമുക്ക് ഭൂമിയിൽ പലരോടും അടുപ്പുണ്ടെങ്കിൽ എന്താണ്, ചോദിച്ചാണ്ട് കിട്ടും. അത്രയും
അള്ളാഹിനോടൊക്കെ പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടാവുന്ന ഒരു പ്രത്യേകമായ സ്ഥാനത്തേക്കൊക്കെ നമ്മൾ അടുപ്പിക്കുന്നതാണെന്ത് ഈ രാത്രി നിസ്കാരം. കാരണം അതാരും അറിയുന്നില്ല, റബ്ബും നമ്മളും മാത്രമാണ് ഈ രാത്രി നിസ്കാരം അറിയുന്നത്. അതുകൊണ്ട് അത്ര സ്വകാര്യത അതിനുണ്ട്. അതുകൊണ്ട് അള്ളാഹിനോട് നല്ലോണം അടുക്കണ നേരമാണത്. അപ്പോൾ മുക്കഫിറുൽ സയ്യിആത്തി കണ്ടോ, മറ്റൊരു ഗുണം, നമ്മുടെ ചെറു ദോഷങ്ങൾക്കൊക്കെ അത് പരിഹാരമാണ്, അത് പൊറുപ്പിക്കുന്നതാണ്. മുൻഹാത്തുല്ലിൽ ആസാമി, നമ്മുടെ പാപങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു പോകാതിരിക്കാൻ അവയൊക്കെ തടഞ്ഞു നിർത്താനും ഈ നിസ്കാരത്തിന് സാധിക്കും. രാത്രിയിലൊക്കെ നിസ്കരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നൊരു തൗഫീഖാണ്. അവരുടെ ജീവിതത്തിൽ വൻപാപങ്ങളും കുറ്റങ്ങളും ഒക്കെ വരാതെ അള്ളാന്റെ ഒരു കാവല് കൂടി അവർക്കുണ്ടാകും. കണ്ടോ എത്ര ഗുണങ്ങളാണ് ഇതിലെടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രിയമുള്ളവരെ രാത്രികളിൽ നമ്മൾ എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അവസാന സമയങ്ങളായാൽ അതാണ് ഏറ്റവും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇശാ നമസ്കാരത്തിന്റെ ശേഷം ഫജ്ർ വരെയുള്ള സമയത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴും വേണമെങ്കിൽ നമുക്ക് നിർവഹിക്കാവുന്നതാണ് ഈ നമസ്കാരം. എന്നാൽ ഒന്ന് ഉറങ്ങിയിട്ട് രാത്രി അവസാനിക്കുന്ന ആ സമയത്ത് സുബഹിയുടെ എത്രയോ നേരം മുമ്പ്, എത്ര മുമ്പ് നമുക്ക് എഴുന്നേൽക്കാൻ കഴിയോ അത്രയും അതാണ് ഉത്തമം. ഒന്നുകിൽ ആദ്യ സമയത്ത് നിസ്കരിക്കുക, ഞാൻ പറഞ്ഞ പോലെ രാവിന്റെ മധ്യസമയത്ത് നമസ്കരിക്കുക, ഇല്ലെങ്കിൽ അവസാനം. പക്ഷെ അവസാന സമയമാണ് ഏറ്റവും നല്ലത്. നോക്കൂ നിങ്ങൾ, നബിതങ്ങൾ പറയാണ്, അഖ്റബു മാ യകൂനുർ റബ്ബു മിനൽ അബ്ദി ഫീ ജൗഫിൽ ലൈലിൽ ആഖിരി ഫഇൻ ഇസ്തതഅത അൻ തകൂന മിമ്മൻ യദ്കുറുല്ലാഹ ഫീ തിൽക സഅതി ഫകുൻ. എന്താ അവിടുന്ന് പറയുന്നത്? ഒരടിമ അള്ളാഹിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം രാത്രിയുടെ അവസാന സമയങ്ങളിലാണ്. അതുകൊണ്ട് നിനക്ക് സാധിക്കുമെങ്കിൽ ആ സമയത്ത് നീ എഴുന്നേറ്റ് നിസ്കരിക്കുക, ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുക. കാരണം എന്താ? അള്ളാഹു എല്ലാ രാവുകളിലും നമ്മളോട് ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നാണ്. എങ്ങനെ ഇറങ്ങാനൊക്കെ നമുക്കറിയില്ല. അള്ളാഹുവിന് അനുയോജ്യമായ ഒരു ഇറക്കം, അവന് അനുയോജ്യമായ നിലക്ക് അവൻ ഇറങ്ങുന്നുണ്ട്. ലോകത്ത് ഏതെങ്കിലും അവനല്ലാത്ത ഒരു സൃഷ്ടി ഇറങ്ങുന്ന പോലെയുള്ള ഒരു ഇറക്കവും അല്ല. അള്ളാഹുവിന്റെ ഇറക്കം അവൻ അനുയോജ്യമായ നിലക്ക് എങ്ങനെയാണോ അങ്ങനെ. അതാണ് നമ്മുടെ വിശ്വാസം. യൻസിലു റബ്ബുനാ തബാറക വ തആല, അല്ലാഹു തആല നമ്മുടെ രക്ഷിതാവ് ഇറങ്ങി വരുന്നുണ്ട്. കുല്ല ലൈല, എല്ലാ രാവിലും. ഇലസ്സമാഇ ദുനിയാ, നമ്മുടെ ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക്. എപ്പോൾ? ഹീന യബ്ഖാ സുലുസൽ ലൈലിൽ ആഖിർ, രാവിന്റെ അവസാനത്തെ മൂന്നിൽ ഒരു ഭാഗം അവശേഷിക്കുമ്പോൾ. അങ്ങനെ ആ അവസാന സമയത്ത് ഫയഖൂലു, അല്ലാഹു തആല പറയുന്നുണ്ട്, മൻ യദ്ഊനി, ആരുണ്ട് എന്നോട് ദുആ ചെയ്യുവാൻ, ഫഅസ്തജീബു ലഹു, ഞാൻ അവന് ഉത്തരം കൊടുക്കാം. ദുആർന്നോളിൻ, ഞാൻ ഉത്തരം തരാം. മൻ യസ്അലുനി ഫഉഅതി, ആരുണ്ട് എന്നോട് ആവശ്യങ്ങൾ ചോദിക്കുവാൻ, ഞാൻ അവന് നൽകാൻ സന്നദ്ധനാണ്. മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറു ലഹു, പുറത്തു തരണേ അല്ലാ എന്ന് എന്നോട് പാപമോചനത്തിന് തേടുവാൻ ആര് തയ്യാറുണ്ട്, ഞാൻ അവന് പുറത്തു കൊടുക്കാൻ തയ്യാറാണല്ലോ എന്ന് അള്ളാഹു പറയുന്ന നേരമാണത്. അത് ഏതുവരെ നീണ്ടു നിൽക്കും? ഏതുവരെ നീണ്ടു നിൽക്കും അത്? ഫലാ യസാലു കദാലിക ഹത്താ യുദിയൽ ഫജ്റു, ഫജ്ർ വെളിവാകുന്നത് വരെ, അഥവാ സുബഹി ബാങ്ക് വിളിക്കപ്പെടുന്നത് വരെ ആ പ്രത്യേകമായ സമയം ഇങ്ങനെ നീണ്ടു കിടക്കും, നീണ്ടു നിൽക്കും അത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എത്ര ആവശ്യങ്ങളുണ്ട് നമുക്ക്. നമ്മൾ മറ്റു പലരോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്നൊക്കെ പറയുന്നതിനേക്കാൾ നമ്മൾ അവരവർക്ക് വേണ്ടി ആ പ്രധാന സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ അലാറം വെച്ച് എഴുന്നേറ്റ് ഉളുവെടുത്ത് നമ്മൾ രാത്രി ആരാരുമില്ലാതെ അതാ നമ്മളിങ്ങനെ നിസ്കരിക്കുകയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ. നമുക്കറിയാവുന്ന സൂറത്തുകളൊക്കെ ഫാത്തിഹയ്ക്ക് ശേഷം പാരായണം ചെയ്ത് ഒരുപാട് നേരം സുജൂദിൽ കടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ നമ്മുടെ കുറേ സമയം ദുആയിലും ദിക്റിലും പാരായണത്തിലും നിസ്കാരത്തിലുമൊക്കെയായി കഴിച്ചുകൂട്ടുമ്പോൾ വല്ലാത്തൊരു പുണ്യമാണ് സഹോദരങ്ങളെ. ആ ഒരു നിയ്യത്തോടെ രാത്രി ഉറങ്ങിയാൽ പോലും കൂലിയാണ്. ഇനി ഒരു ദിവസം നമ്മൾ എഴുന്നേൽക്കാൻ സംഗതിവശാൽ പറ്റിയില്ലെങ്കിൽ പോലും നിസ്കരിച്ച കൂലി കിട്ടും. എന്താണ്? ആ നിയ്യത്തിൽ നമ്മൾ കിടന്നുറങ്ങിയാൽ. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മന്നതാ ഫിറാശഹു വഹുവ യൻവി അൻ യഖൂമ
യുസല്ലി മിനൽ ലൈലി ഫഗലബതുഹു ഐനാഹു ഹത്താ അസ്ബഹ കുതിബ ലഹു മാ നവാ വകാന നൗമുഹു സദഖതൻ അലൈഹി മിൻ റബ്ബിഹി അസ്സ വജൽ. ആരെങ്കിലും രാത്രി അവന്റെ വിരിപ്പിലേക്ക് ഉറങ്ങാൻ കിടന്നാൽ, ഉറങ്ങാൻ വേണ്ടി രാത്രി ചെന്നു, അങ്ങനെ ഉറങ്ങുമ്പോൾ അവന്റെ മനസ്സിൽ എന്താണ് നിയ്യത്ത്? രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം എന്ന നിയ്യത്തോടെ ഒരാൾ ഉറങ്ങി. അങ്ങനെ പക്ഷേ സംഗതി വശാൽ ഏതെങ്കിലും ഒരു രാത്രിയിൽ പ്രഭാതമായിട്ടാണ് അവൻ അറിഞ്ഞത്, സുബഹി ബാങ്ക് വിളിക്കോൾ അവൻ ഉണർന്നില്ല, എങ്കിലും ആ നിയ്യത്തിന്റെ കൂലി അവന് കിട്ടും, രാത്രി നിസ്കരിച്ച പ്രതിഫലം അവന് കിട്ടുന്നതാണ്. എന്നിട്ടോ ആ ഉറക്ക് പോലും വകാന നൗമുഹു സദഖത്തൻ അലൈഹി, ആ ഉറക്ക് പോലും അവന് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു പുണ്യകരമായ സദഖയുടെ പുണ്യം കിട്ടുന്ന ഉറക്കാണത്. കാരണം നന്മ ഉദ്ദേശിച്ച് നേരത്തെ എഴുന്നേൽക്കാനാ അവൻ നേരത്തെ ഉറങ്ങിയത്, ആ ഉറക്കത്തിന് പോലും പുണ്യമുണ്ട് എന്നാണ്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, നമ്മുടെ ഒരു സദുദ്ദേശത്തിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം മറക്കരുത്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ, ഈ വചനമാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അവരുടെ രാത്രികൾ അവർ സുജൂദിലായിക്കൊണ്ടും നൃത്തത്തിലായിക്കൊണ്ടും അവർ കഴിച്ചു കൂട്ടുന്നവരാണ്. അള്ളാഹുവിന് വേണ്ടി അവർ സുജൂദിലാണ്, നൃത്തത്തിലാണ്, നിസ്കാരത്തിലാണ്, ദുആയിലാണ്. ആ നിലക്ക് എഴുന്നേൽക്കുമ്പോൾ, രാത്രി എഴുന്നേൽക്കുമ്പോഴും നമുക്ക് ദിക്ർ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. ആ ദിക്റുകളൊക്കെ നമ്മൾ ചൊല്ലിയിട്ട് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് പുണ്യമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ഒരാൾ എഴുന്നേൽക്കുമ്പോഴാണ് പറഞ്ഞ് പിന്നീട് അവൻ അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ, ഔ ദുആ, അല്ലെങ്കിൽ അവൻ അവന്റെ ജീവിതത്തിന്റെ മറ്റേത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ദുആ ചെയ്യുന്നതെങ്കിൽ ഉസ്തുജീബ, അവന്റെ ദുആക്ക് ഇജാബത്ത് കിട്ടും, ഉത്തരം കിട്ടും എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, രാത്രിയിൽ നമ്മൾ നിസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോഴുള്ള ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം പോലും ദുആക്ക് വലിയ ഉത്തരമാണ്. അതൊന്നും നമ്മൾ വിട്ടുകളയരുത്. എന്താണ് അതിൻ്റെയൊക്കെ മഹത്വം സഹോദരങ്ങളെ, എത്ര വലിയ പുണ്യമാണ് അതൊക്കെ നമുക്ക് നേടിത്തരുന്നത്. മാത്രമല്ല, എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരു കണ്ണുകളിൽ നിന്നും ഉറക്കത്തിന്റെ ആ ഉറക്കച്ചടവുകൾ കണ്ണിൽ നിന്ന് പോകുവാൻ വേണ്ടി കൈകൊണ്ടിങ്ങനെ മുഖവും കണ്ണുമൊക്കെ തടവിയിട്ട് സൂറത്തു ആലി ഇമ്രാനിന്റെ അവസാന ഭാഗത്ത് വന്ന 11ഓളം ആയത്തുകൾ അവിടുന്ന് പാരായണം ചെയ്തിരുന്നു എന്നാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽഅർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. അവിടുന്ന് അങ്ങോട്ടങ്ങനെ പോയി അവസാനം കുറേ ആയത്തുകൾ, ഒരു 10-11 ആയത്തുണ്ട് സഹോദരങ്ങളെ. അതൊക്കെ നമ്മളൊന്ന് പഠിക്കണം. നമ്മുടെ ഫോണിൽ നമുക്കത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അങ്ങനെ നമുക്കത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനപ്പാഠം തന്നെ ചൊല്ലാം. അവസാനത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനുസ്ബിറൂ വസ്വാബിറൂ വറാബിതൂ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. അതുവരെ അവിടുന്നാണ് പാരായണം ചെയ്തു എന്നാണ്. എന്നിട്ടാണ് അവിടുന്ന് പോയി ഉളു എടുത്തൊക്കെ നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ സഹോദരങ്ങളെ, നമ്മൾ ഈ രാത്രി നമസ്കാരത്തിന്റെ പുണ്യവും മഹത്വമൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കതിനോട് ഒരു താല്പര്യം തോന്നിയിട്ട് ഒരു ദിവസം മാത്രമാണ് നിർവഹിച്ച് അവസാനിപ്പിക്കരുത്. ചെയ്യുന്ന ഏത് കർമ്മങ്ങളും സ്ഥിരമായി കൊണ്ട് നടക്കണം, പതിവായി ചെയ്യുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം എന്നുള്ളത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഒരു ദിവസം അങ്ങോട്ട് നിർവഹിച്ചു പിന്നെ അങ്ങ് ഒഴിവാക്കലല്ല. ഖുദൂ മിനൽ അഅമാലി മാ തുതീഖൂന, കർമ്മങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ എടുക്കുവീൻ. കേട്ടോ, പ്രവൃത്തികളിൽ നിന്ന് നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയാവുന്ന പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുവീൻ. ഫഇന്നല്ലാഹ ലാ യമില്ലു ഹത്താ തമല്ലു, നിങ്ങൾ മടുക്കുന്നത് വരെ അള്ളാഹു മടുക്കൂല എന്ന് പറഞ്ഞാൽ നമുക്ക് മടുപ്പുണ്ടായിട്ട് പ്രവർത്തിക്കരുത്. മടുപ്പില്ലാതെ ഉന്മേഷത്തോടെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. മാത്രല്ല, അഹബ്ബുൽ അമലി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ പ്രവർത്തനം ഏതാണ്? മാ ദാവമ അലൈഹി സാഹിബുഹു, ചെയ്യുന്ന
ആള് അത് സ്ഥിരമായി ചെയ്യലാണ്. വഇൻ ഖല്ല, ചെയ്യുന്ന അളവ് എത്ര കുറഞ്ഞാലും. അപ്പൊ നമ്മൾ രാത്രി നിസ്കാരം ഒരു 3ഓ 5ഓ ഒക്കെ ചെയ്യുന്നുള്ളൂ, കുറവാണല്ലോ അത് 11നെ അപേക്ഷിച്ച്. എന്നാൽ നമ്മൾ ചെയ്യുന്നത് ഡെയിലി ചെയ്യുക. ഒരു ദിവസം ചെയ്ത് പിന്നെ ഒരാഴ്ച ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാണ്, അതല്ല വേണ്ടത്. ചെയ്യുന്നത് ഡെയിലി ചെയ്യുക. അപ്പൊ നമുക്ക് ഡെയിലി ചെയ്യാൻ കഴിയാവുന്നത് 3ആണോ, എന്നാൽ 3 നിലനിർത്തുക. പിന്നെ വല്ലപ്പോഴൊക്കെ ചിലപ്പോൾ നേരത്തെ എഴുന്നേറ്റ് സമയമുണ്ടെങ്കിൽ നമുക്ക് 5ഓ 7ഓ 9ഓ 11ഓ ഒക്കെ നമുക്ക് നമസ്കരിക്കാം. എന്നാൽ 3ൽ കുറയരുത്. പലപ്പോഴും 3 ചെയ്തിരുന്ന ഒരാൾ 3ലും കുറയ്ക്കരുത്. ഒരു റക്അത്തായാലും മതി എന്നാണ്, വിത്തറിനല്ലേ, ഒറ്റ റക്അത്തായാലും രാത്രി നിസ്കാരത്തിൽ ഒരു റക്അത്തായാലും മതി. പക്ഷെ ഒരു 3എങ്കിലും നമ്മൾ പതിവാക്കുക. എത്രയാണോ പതിവാക്കുക എന്ന് ഞാനൊരു പറയുന്നതല്ല, ഈ കേൾവിക്കാരിൽ ഇതിപ്പോ എത്രയോ നിർവഹിക്കുന്ന ധാരാളം ഭാഗ്യവാന്മാരുണ്ടാകും. അള്ളാഹു നമുക്കൊക്കെ അതിനുള്ള തൗഫീഖ് നൽകട്ടെ, നിലനിർത്തി തരുമാറാകട്ടെ, സ്വീകരിക്കട്ടെ, ആത്മാർത്ഥത നൽകട്ടെ. എത്രയാണോ നമ്മുടെ കഴിവ് അത് നമ്മൾ സ്ഥിരമായി നിർവഹിക്കുക. ഇനിയിപ്പോൾ പാരായണത്തിൽ നമുക്ക് മനപ്പാടുള്ള സൂറത്തുകൾ പകലിപ്പോൾ നമ്മൾ പഠിച്ചത് രാത്രി നമ്മുടെ നിസ്കാരത്തിൽ പാരായണം ചെയ്യാലോ. ഇനി ഒട്ടും അറിയില്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് നോക്കി ഓതാൻ മാത്രമേ അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലോ ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ടോ ഒക്കെ നമുക്ക് നോക്കിയും പാരായണം ചെയ്യാം. നിസ്കാരത്തിന് ഭംഗം വരാത്ത നിലക്കൊക്കെ നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഏതെങ്കിലും ഒരു സമയത്ത് പിന്നെ നമ്മൾ നിസ്കരിച്ചു പിന്നീട് ഒഴിവാക്കുക, ആ ശീലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയണ്ടായി, അബ്ദുല്ലാ, നീ ഒരാളെ പോലെയാകരുത്. അയാൾ രാത്രി കുറച്ചു കാലം നിസ്കരിച്ചു, പിന്നെ അയാൾ രാത്രി നിസ്കാരം ഒഴിവാക്കി. ഒരാവേശത്തിന് രാത്രി നിസ്കാരം കുറച്ചു കാലമൊക്കെ ഒരാൾ ചെയ്തു, പിന്നെ അയാൾ അത് തിരിഞ്ഞു നോക്കുന്നില്ല, പിന്നെ രാത്രി എഴുന്നേൽക്കുന്നില്ല, നിസ്കാരമല്ല. ആ ആളെ പോലെ അബ്ദുല്ലാ നീ ആവരുത് എന്ന് മഹാനായ അബ്ദുല്ലാ ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ഉപദേശം കൊടുക്കുകയുണ്ടായി. ഇത് കേട്ടതിന്റെ ശേഷം പിന്നെ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു പിന്നെ രാത്രി നിസ്കാരം ഒഴിവാക്കിയിട്ടേ ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ മോൻ സാലിം റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. ഇനി സഹോദരങ്ങളെ, ഇപ്പൊ രാത്രിയിൽ നമ്മൾ സ്ഥിരമായി നിർവഹിച്ചിരുന്ന നിസ്കാരം ഏതെങ്കിലും ഒരു കാരണവശാൽ ഉറങ്ങിപ്പോയി എന്ന് വിചാരിക്കുക. ഉറങ്ങിപ്പോയാൽ ഈ നിസ്കാരം വീണ്ടെടുക്കാൻ അവസരമുണ്ട്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. സ്ഥിരം നിസ്കരിച്ചിരുന്ന ഒരാള് ഒരു ദിവസം സംഗതിവശാൽ ഉറക്കിൽപ്പെട്ടു, രാത്രി നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ അയാൾക്ക് നിരാശപ്പെടണ്ട. പിറ്റേന്ന് വിധങ്ങൾ പറയാണ്, മൻ നാമ അൻ ഹിസ്ബിഹി ഔ അൻ ശൈഇൻ മിൻഹു, ആരെങ്കിലും സ്ഥിരമായി നിലനിർത്തിയിരുന്നത് പാരായണം ചെയ്യാൻ അവന് കഴിയാതെ അവൻ നിസ്കാരം അവന് വിട്ടുപോയാൽ ളുഹറിന്റെയും ഫജ്റിന്റെയും ഇടയ്ക്കുള്ള സമയത്തിൽ അവന് എപ്പോഴാണോ സാധിക്കുക അപ്പോൾ അത് അവന് വീണ്ടെടുക്കാം. എന്നാൽ അവൻ രാത്രിയിൽ നിസ്കരിച്ചതുപോലെയുള്ള പ്രതിഫലം അവന് കിട്ടുന്നു. അപ്പൊ 3ഓ 5ഓ 7ഓ ഒക്കെ നിസ്കരിച്ചിരുന്ന ഒരാൾ സംഗതിവശാൽ ഒരു രാത്രി എഴുന്നേറ്റില്ലെങ്കിൽ പിറ്റേന്ന് ളുഹറാകുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് ഈ നിസ്കാരങ്ങൾ വീണ്ടെടുക്കാം. പക്ഷേ ഒരു കണ്ടീഷനാണുള്ളത്, എന്ത്? രാത്രിയിലെ ഒറ്റ റക്അത്തിൽ അവസാനിപ്പിക്കുന്ന നിസ്കാരമുള്ളൂ, പകലിൽ അതില്ല. അതുകൊണ്ട് രാത്രിയിൽ നിങ്ങൾ 3ആണോ പതിവ് നഷ്ടപ്പെട്ടത് എങ്കിൽ നിങ്ങൾ ഈ സുബഹി നിസ്കാരത്തിന്റെ സൂര്യോദയത്തിന്റെയും അതിന്റെ ശേഷം ദുഹാ നമസ്കാരം കഴിഞ്ഞിട്ടുള്ള സമയവും അതുപോലെ തന്നെ ളുഹറിന്റെ ഇടയ്ക്കുള്ള സമയത്തിന്റെ ഇടയ്ക്ക് നിങ്ങളത് വീണ്ടെടുക്കുമ്പോൾ 3 അല്ല നിസ്കരിക്കേണ്ടത്, ഒറ്റയുള്ളതൊക്കെ ഇരട്ടയാക്കി നിസ്കരിച്ചാൽ മതി. 3 ഉണ്ടെങ്കിൽ 4, 5ആണോ എങ്കിൽ പിന്നെ 6, 7ആണോ നിസ്കരിക്കലെങ്കിൽ 8, 9ആണോ നിസ്കരിക്കലെങ്കിൽ 10, 11ആണോ എങ്കിൽ 12. ഇതേ അതിനുള്ള ഒരു കണ്ടീഷനുള്ളൂ, എങ്കിലും നമുക്ക് വീണ്ടെടുക്കാം. ഇനി സഹോദരങ്ങളെ, ഇത്രയും ഇബാദുർ റഹ്മാന്റെ പുണ്യം പറഞ്ഞില്ലേ അവര് രാത്രിയിൽ ഇങ്ങനെ ധാരാളം സുജൂദിലും നിസ്കാരത്തിലും ഒക്കെ ആയിട്ട് കഴിയുന്നുള്ളൂ. അത് നമുക്ക് മാത്രം കിട്ടിയാൽ പോരെ സുഹൃത്തുക്കളെ, നമ്മുടെ കുടുംബം ഒന്നിച്ച് സ്വർഗത്ത് പോകണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇണയെ നമ്മുടെ ഇണയുടെ അടുക്കൽ നിന്നല്ലേ എഴുന്നേറ്റ് പോരാ. അപ്പൊ നമ്മുടെ ഇണയെ വിളിച്ചുണർത്തുക എന്നുള്ളത് വലിയ അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്തു തരാൻ കാരണമാകുന്ന ഒരു വലിയ സൽക്കർമ്മമായിട്ടാണ് ഇസ്ലാം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു റജുല, ഒരു പുരുഷനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആ പുരുഷനായ ഭർത്താവ് അയാൾ എന്ത് ചെയ്യാണ്? ഖാമ മിനൽ ലൈലി ഫസല്ല, അയാൾ രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നു, തൻ്റെ ഇണയെയും വിളിച്ചുണർത്തുന്നു, അങ്ങനെ അവളും നമസ്കരിക്കുന്നു. ഇണക്ക് എഴുന്നേൽക്കാൻ അല്പം ഒരു വിമ്മിഷ്ടം കണ്ടപ്പോൾ സ്നേഹത്തോടെ അല്പം വെള്ളം കൊണ്ട് മുഖത്ത് വന്ന് കൊടഞ്ഞുകൊണ്ട് എഴുന്നേൽപ്പിക്കുന്നു. അങ്ങനെ ഭാര്യയെ നിസ്കാരത്തിന് വേണ്ടി വിളിച്ചുണർത്തുന്ന ഭർത്താവിനെയും വറഹിമല്ലാഹു ഇംറഅതൻ ഖാമത് മിനൽ ലൈലി,
രാത്രിയിൽ എഴുന്നേറ്റു ഒരു പെണ്ണ്, ഒരു ഭാര്യ. ഭർത്താവ് ഉറക്കിലാണ്. അങ്ങനെ ഭർത്താവിനെ വിളിച്ചുണർത്തുന്നു. ഭർത്താവിനെ ഉണർത്താൻ വേണ്ടി ചില ഘട്ടങ്ങളിൽ അതാ വെള്ളം അല്പം മുഖത്തേക്ക് കുടഞ്ഞുകൊണ്ടെങ്കിലും പ്രേരിപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റുകൊണ്ട് അയാളും നിസ്കരിക്കുമ്പോൾ അതാ ഇരുകൂട്ടർക്കും അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ റഹ്മത്താണ്, റബ്ബിന്റെ കാരുണ്യമാണ് ലഭിക്കുന്നത്. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത് ആർക്കാണ്? പാപമോചനം ഒരുക്കി വെച്ചിട്ടുള്ളത് ആർക്കാണ്? അല്ലാഹു സൂറത്തുൽ അഹ്സാബിലൂടെ കൃത്യമായി പഠിപ്പിച്ചതാണ്. അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാർ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകൾ, അവരിൽ അങ്ങ് ഉൾപ്പെടും, അവരിൽ എഴുതി ചേർക്കപ്പെടും. ആര്? രാത്രികളിൽ എഴുന്നേൽക്കുന്ന ദമ്പതികൾ. ഒരാൾ എഴുന്നേറ്റ് മറ്റേയാളെ വിളിക്കുമ്പോ, ഒരാൾ എഴുന്നേറ്റ് മറ്റേയാളെ വിളിച്ചുണർത്തിയതിൽ പങ്കെടുപ്പിക്കുമ്പോ ഈ ഒരു വലിയ ശ്രേഷ്ഠത നൽകപ്പെട്ടവരുടെ പട്ടികയിൽ അവരുടെ പേരെഴുതി ചേർക്കപ്പെടും. ഇതൊക്കെ ഇതിന്റെ പുണ്യമാണ് സഹോദരങ്ങളെ, അതിന്റെ പുണ്യമാണ്. ഇടയ്ക്ക് ജമാഅത്തായിട്ടും നിർവഹിക്കാം, ഒറ്റക്ക് മാത്രമല്ല, ഇടയ്ക്ക് ജമാഅത്തായിട്ടും ഒരു നിർവഹിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലപ്പോൾ വീട്ടിൽ അവിടുത്തെ ഭാര്യയെ കൂട്ടി അവിടുത്തേക്ക് വിരുന്ന് വന്നിട്ടുള്ള ആ കുടുംബത്തിലെ ആളെ കൂട്ടിയിട്ടൊക്കെ രാത്രി നിസ്കരിച്ചിട്ടുണ്ട്. സ്ഥിരമായി അങ്ങനെ പറ്റില്ല എന്നേ ഉള്ളൂ. അത് റമദാനിലാണ് എല്ലാ രാത്രികളിലും അങ്ങനെ. മറ്റു മാസങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ റൂമിൽ വേറെ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ കുടുംബക്കാരെയൊക്കെ കൂട്ടിയിട്ടൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഈ രാത്രി നമസ്കാരം ജമാഅത്തായി നിർവഹിക്കാം. അതുപോലെ അതിലെ പാരായണം നമുക്ക് വേണമെങ്കിൽ ഉറക്കയും പാരായണം ചെയ്യാം, പതുക്കെയും പാരായണം ചെയ്യാം. എന്താണോ നമുക്ക് കൂടുതൽ താല്പര്യവും മാനസികമായി കൂടുതൽ തഖ്വക്ക് നമുക്കിഷ്ടമായി തോന്നുന്ന രീതി ഏതാണോ അനുയോജ്യം, അതൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇനി സഹോദരന്മാരെ, ഈ രാത്രി നിസ്കാരത്തിന് എഴുന്നേൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. അതിന് നമുക്ക് സഹായകരമാകുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് രാത്രി എഴുന്നേൽക്കാൻ നമുക്കും സാധിക്കും. നമ്മളൊക്കെ അത് ശീലിക്കണം. ഒന്നാമതായി തന്നെ വേണ്ടത് എഴുന്നേൽക്കാനുള്ള താല്പര്യം ഉണ്ടാക്കലാണ്. അതിന് താല്പര്യം ഉണ്ടാവണമെങ്കിൽ ഈ നിസ്കാരത്തിൻ്റെ മഹത്വം നമ്മൾ അറിയണം. ഈ നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയും ഇത് നിർവഹിക്കുന്നവർക്ക് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ ലഭിക്കാനിരിക്കുന്ന മഹത്വവും സൗഭാഗ്യവും അവരുടെ വിശ്വാസത്തിൻ്റെ സുദൃഢതയും അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനക്കയറ്റവും സ്വർഗപ്രവേശനത്തിന് ഈ നിസ്കാരം കാരണമാകുമെന്ന കാര്യവും സ്വർഗത്തിലെ അത്യുന്നതമായ പദവികളിലേക്ക് പടവ് കയറിപ്പോകാൻ ഈ നിസ്കാരക്കാർക്കാണ് സാധിക്കുക എന്നുള്ളതും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ ഗുണങ്ങളിൽപ്പെട്ടവരുടെ ഗുണമാണിത് എന്നും അതുപോലെ തന്നെ നമ്മുടെ പാപമോചനത്തിന് കാരണമാണെന്നും റബ്ബിനോട് അടുപ്പിക്കുന്ന കാര്യമാണെന്നും പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന അതിന് കാരണമായി തീരുന്ന നിസ്കാരമാണെന്നും അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ റബ്ബിൻ്റെ അടുക്കൽ ഔന്നത്യവും അതുപോലെ തന്നെ പരിശുദ്ധിയും നേടിയെടുക്കുന്ന നിസ്കാരമാണെന്നും തുടങ്ങി ഇതിൻ്റെ മഹത്വങ്ങളൊക്കെ നമ്മളാണ്ട് അറിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ഉണരാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ നമ്മൾ ചെയ്യും. അപ്പം അതിന് നമ്മൾ അലാറം വെച്ച് എഴുന്നേൽക്കുക, അതിനുവേണ്ടി എഴുന്നേൽക്കാനുള്ള ഒരു ശ്രമം, അലാറം വെച്ച് എഴുന്നേൽക്കുക. ഇന്നിപ്പോൾ നമുക്ക് ആധുനിക സൗകര്യങ്ങളിൽ നമ്മുടെ ഒക്കെ ഫോണുകളിൽ അലാറത്തിൻ്റെ സംവിധാനങ്ങളുണ്ട്. ഏത് വിധത്തിലാണ് വേണ്ടതെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ നമുക്ക് നമ്മൾ വിചാരിക്കുന്നത്ര സമയം രാത്രിയിൽ നമുക്ക് കിട്ടുവാൻ ഇപ്പോഴത്തെയൊക്കെ സമയത്തിൽ രാത്രി ഒരുപാടുണ്ട് സുഹൃത്തുക്കളെ. 10-12 മണിക്കൂർ രാത്രി കിട്ടുന്ന ഇതുപോലത്തെ ഒരു അവസരങ്ങളില്ല. ഇഷ്ടംപോലെ നമുക്ക് ഉറങ്ങാൻ സമയമുണ്ട്. ഉന്മേഷത്തോടെ എഴുന്നേറ്റ് ദീർഘമായി നിസ്കരിക്കാനുള്ള നേരങ്ങളുണ്ട്. നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഈ മഹത്വം നമ്മൾ അറിയണം. അതുപോലെ ശൈത്താന്റെ കുതന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. കാരണം ശൈത്താൻ ഇത് തീരെ ഇഷ്ടമല്ലാത്ത നിസ്കാരമാണ്. ശൈത്താൻ നമ്മളെ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ പെരടികളിൽ ഉറങ്ങി അങ്ങനെ കിടക്കാനുള്ള പ്രോത്സാഹനമാണ് ശൈത്താന്റെ ഭാഗത്ത് നിന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ രാത്രി ഇനിയും ഒരുപാടുണ്ട്. അലൈക ലൈലുൻ തവീൽ ഫർഖുന ശൈത്താൻ പറയാ, ഒരുപാടുണ്ട് ഇനിയും സമയം, കിടന്നുറങ്ങിക്കോ എന്നിങ്ങനെ പറയാണ്. അതേ അവസരത്തിൽ അതിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എഴുന്നേറ്റിങ്ങോട്ട് നമസ്കരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പിശാച്ചിനോടുള്ള ജിഹാദ് ചെയ്യണം. നമ്മുടെ വർഗശത്രു നന്മ മുടക്കി നമ്മെ നരകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധനായി പുറപ്പെട്ടിട്ടുള്ള നമ്മുടെ കൊടിയ ശത്രു നമ്മുടെ രക്തം ഓടുന്ന സിരകളിലൂടെയെല്ലാം പ്രവേശിച്ചുകൊണ്ട് നമ്മുടെ മനസ്സുകളിൽ ദുർബോധനം നടത്തി
ആ എല്ലാ മേഖലയിലും നമ്മെ പരാജയപ്പെടുത്തുവാനും ഏത് തിന്മകളെയും നന്മകളാക്കി കാണിച്ച് തിന്മയിലേക്ക് പ്രചോദനം നൽകുവാനുമൊക്കെ പ്രതിജ്ഞാബദ്ധനായി പുറത്തിറങ്ങിയിട്ടുള്ള ശക്തിയാണ്, ദുശക്തിയാണ് ശൈത്താൻ. അവന്റെ കുതന്ത്രങ്ങളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കലാണ് രാത്രി എഴുന്നേൽക്കാനുള്ള ഒരു മാർഗം. അതുപോലെ നേരത്തെ കിടന്നുറങ്ങലാണ് സുഹൃത്തുക്കളെ മൂന്നാമതായ മറ്റൊരു പരിഹാരം. രാത്രി നേരത്തെ കിടന്നുറങ്ങുക. വൈകി കിടന്നുറങ്ങുന്ന ശീലാണ് പലർക്കും ഉള്ളത്. വൈകി കിടന്നുറങ്ങുമ്പോൾ ഒരു പ്രശ്നം എന്താണ്? സുബഹിയുടെ സമയമാകുമ്പോൾ എഴുന്നേൽക്കാൻ ഒരു മൂടുണ്ടാവില്ല. ഇനിയിപ്പോൾ നിർബന്ധ സാഹചര്യത്തിൽ എഴുന്നേറ്റാൽ തന്നെ നമുക്കൊരു താല്പര്യം ഉണ്ടാവില്ല. അലസരായിട്ടാവും സുബഹി നിസ്കരിക്കുക, അലസരായിട്ടാവും പള്ളിയിലേക്ക് പോവുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എത്രയും നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക. ദിക്റുകളും ദുആകളും ഒക്കെ ചൊല്ലിയിട്ട് നമ്മൾ കിടന്നുറങ്ങുക. ഉളു എടുത്ത് ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള സുന്നത്തായ മര്യാദകളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യുക. ഉളു എടുത്ത് ഉറങ്ങുക, ദിക്റുകൾ ചൊല്ലി ഉറങ്ങുക. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ സുഹൃത്തുക്കളെ ആ ഒരു പ്രത്യേക ബറക്കത്ത് നമുക്കുണ്ടാകും. അലാറം വെക്കുക, അല്ലെങ്കിൽ വിളിക്കാൻ ആളെ ഏർപ്പാടാക്കുക. നിങ്ങൾ എന്നെയും വിളിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണെങ്കിൽ എഴുന്നേൽക്കുന്ന ശീലമുള്ള ഒരാളെ കൊണ്ട് ഫോണിൽ വിളിപ്പിക്കുക. എന്തുമാവാം, എഴുന്നേൽക്കുക. രാത്രികളിൽ കൂടുതൽ ഉറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് വയറ് നിറയെ ഭക്ഷണം കഴിക്കാതിരിക്കുക. കാരണം അത് മയക്കിക്കിടത്തും, മനുഷ്യനെ എഴുന്നേൽക്കൽ മടിയാക്കും. അങ്ങനെ വയറ് നിറഞ്ഞാൽ കുറച്ച് നേരത്തെ ഭക്ഷണം കഴിക്കലാണല്ലോ മനുഷ്യ ശരീരത്തിന്റെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലത്. അതുപോലെ തിന്മകളിൽ തെറ്റുകളിൽ നിന്നൊക്കെ പകൽ സമയത്ത് നമ്മൾ ഒഴിവാകുക. പാപങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് വൻപാപങ്ങൾ കണ്ണുകൾ കൊണ്ട് ഹറാമ് ഇങ്ങനെ കണ്ട് രസിക്കുക, കേട്ട് രസിക്കുക, ചീത്ത പറയുക, വൃത്തികേടുകൾ കാണുക, ഈ രൂപത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ ചെയ്യുന്ന ആളുകൾക്ക് രാത്രി നിസ്കരിക്കാനുള്ള തൗഫീഖ് അല്ലാഹ് കൊടുക്കൂല. മഹാനായ ഹസൻ ബസരി റഹിമഹുല്ല, ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് അദ്ദേഹത്തോട് പരാതി പറയാണ്. എന്ത്? ഞാൻ രാത്രി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉളു എടുക്കാൻ, അന്ന് പൈപ്പ് ലൈനും ടോയ്ലറ്റും മറ്റു സംവിധാനങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ തന്നെ രാത്രി എഴുന്നേറ്റ ഉടൻ ഉളു എടുക്കാനുള്ള വെള്ളമൊക്കെ വെള്ളപാത്രത്തിൽ കൊണ്ടുവന്ന് നിറച്ച് എഴുന്നേൽക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ കിടക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും എനിക്ക് നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ സാധിക്കാറില്ല എന്ന് പറഞ്ഞപ്പോ ഹസൻ ബസരി റഹിമഹുല്ല ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയോ? ഖയ്യദത്ക ഖത്വായാക എന്നാണ്. നിന്റെ പാപങ്ങളാണ് നിന്നെ ബന്ധിക്കുന്നത്. ഇന്നൽ അബ്ദ ലയുദ്നിബു ദംബ്, ഒരടിമ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫയുഹറമു ബിഹി ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവിനോട് ഒരടിമ ഏറ്റവും അടുക്കുന്ന നേരാണ്. അള്ളാഹിനോട് ഏറ്റവും അടുക്കുന്ന അസുലഭമായ പുണ്യ അവസരം. ഇത്തരത്തിലുള്ള തെമ്മാടികൾക്ക് അതിൻ്റെ ചാൻസ് നഷ്ടപ്പെടുന്ന പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പകൽ സമയങ്ങളിലുള്ള നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ വരാതെ നോക്കലും കൂടി രാത്രി റബ്ബിനോടുള്ള ഈ സ്വകാര്യ സംഭാഷണത്തിന് നമ്മെ തയ്യാറാക്കുന്നതിൽ വലിയ പങ്കുണ്ട് എന്നാണ്. അപ്പം ആ അർത്ഥത്തിലൊക്കെ സുഹൃത്തുക്കളെ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും കൂടുതൽ വലിയ ഒരു മഹത്വമുള്ള കാര്യമാണിത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു സ്വഭാവം ഇബാദുർ റഹ്മാനിന്റെ മൂന്നാമത് ഗുണമായി ഇവിടെ എടുത്തു പറഞ്ഞ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ, അവർ അവരുടെ രക്ഷിതാവിന് വേണ്ടി അവർ രാത്രിയിൽ കഴിച്ചുകൂട്ടുന്നവരാണ്. അതേ രാത്രിയിൽ അവർ കുറേ സമയം സുജൂദിലായിക്കൊണ്ടും നൃത്തത്തിലായിക്കൊണ്ടും അവർ നിന്ന് നിസ്കരിക്കുന്നു. അതുപോലെ തന്നെ ദീർഘമായ സുജൂദ് ചെയ്യുന്നു. അത് രണ്ടും എടുത്തു പറഞ്ഞത് തന്നെ എന്തിനാണ്? നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ടത് അതിലെ നൃത്തവും അതുപോലെ തന്നെ അതിലെ ഏറ്റവും പരമപ്രധാനമായി റബ്ബിനോട് ഓരോരുത്തരും അടുക്കുന്ന നേരം അവന്റെ സുജൂദിലാകുമ്പോഴാണ്. അഖ്റബുമായ യകൂനുൽ അബ്ദു ലിറബ്ബിഹി, ഒരടിമ തന്റെ രക്ഷിതാവിനോട് ഏറ്റവും അടുക്കുന്ന നേരം വഹുവ സാജിദുൻ, അവൻ സുജൂദിലായിരിക്കുന്ന നേരത്താണ്. അതുകൊണ്ട് ഫഅക്സിറൂ, നിങ്ങൾ ആ സുജൂദിൽ അധികരിപ്പിക്കണേ അദ്ദുആ, നിങ്ങൾ ദുആ അധികരിപ്പിക്കേണ്ട നേരമാണ് സുജൂദ്. കാരണം നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും അർഹതപ്പെട്ട നേരമാണത്. അപ്പൊ അത് രാവേറെ ചെയ്യുന്ന രാത്രിയിലെ സമയം കൂടിയാകുമ്പോഴോ എല്ലാം കൂടി ഇങ്ങോട്ട് യോജിച്ച് വരികയാണ്. അതുകൊണ്ട് രാത്രികളിൽ ഈ ഒരു സ്വഭാവം നമ്മളിലും ഉണ്ടാകട്ടെ. ഇബാദുർ റഹ്മാനിന്റെ ഈ ഉന്നതമായ ഈ ഗുണം നമ്മളിലും ശീലിക്കുവാൻ വേണ്ടി നന്നായി പരിശ്രമിക്കുക. അതിനുള്ള പരിശീലനം നമ്മൾ നേടുക. റഹ്മാനായ റബ്ബ് അവൻ ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ അവർക്കെല്ലാം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുള്ള സൽഗുണങ്ങൾ നേടിയവരിൽ നമ്മെ ഓരോരുത്തരെയും
ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു പൊറുത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം റബ്ബ് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹാ വമൗലാഹ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.